നീലഗിരിയിലെ മുതുമല റേഞ്ചിലുള്ളവരുടെ പ്രിയപ്പെട്ട കൊമ്പൻ റിവാൾഡോ ചെരിഞ്ഞു. കഴിഞ്ഞ 3 മാസമായി റേഞ്ചിൽ നിന്ന് അപ്രത്യക്ഷനായിരുന്ന റിവാൾഡോ 15 ദിവസം മുൻപാണ് തിരിച്ചെത്തിയത്. പരിശോധനയിൽ ആനയുടെ ദേഹത്ത് മറ്റാനകൾ ആക്രമിച്ചതിന്റെ മുറിവുകൾ ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. വ്യാഴാഴ്ചയോടെ ക്ഷീണിതനായ റിവാൾഡോ വെള്ളിയാഴ്ചയോടെ ചെരിയുകയായിരുന്നു. മസിനഗുഡി മാവനുള്ള വാഴത്തോട്ട മേഖലയിൽ സ്ഥിരമായി വന്നുപോയിരുന്ന റിവാൾഡോയ്ക്ക് നിരവധി ആരാധകരുണ്ട്. ഇടയ്ക്കിടെ പ്രദേശത്ത് നിന്ന് കാണാതാകുന്ന ആനയെ വനംവകുപ്പ് ഡ്രോൺ ഉപയോഗിച്ച് തിരയാറുണ്ട്. മസ്തകത്തിൽ വെടിയേറ്റ് ഗുരുതരാവസ്ഥയിലായ റിവാൾഡോയെ ചികിത്സിച്ച് സുഖപ്പെടുത്തിയത് പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ERC ദാവീദരുടെ മകൻ മാർക്ക് ദാവീദരായിരുന്നു. കാട്ടാനയ്ക്ക് റിവാൾഡോ എന്ന പേരു നൽകിയതും മാർക്കാണ്. സുഖപ്പെട്ടതിനു ശേഷം മാർക്കിനെ കാണാൻ ആന സ്ഥിരമായി നാട്ടിലെത്താറുണ്ട്. 2011 മാർക്ക് മരിച്ചുവെങ്കിലും റിവാൾഡോ നാട്ടിലേക്കുള്ള വരവ് അവസാനിപ്പിച്ചില്ല. നാട്ടുകാർക്ക് ബുദ്ധിമുട്ട് നേരിട്ടതോടെ തമിഴ്നാട് വനംവകുപ്പ് റിവാൾഡോയെ ആനക്യാമ്പിലേക്ക് അയച്ചു. എന്നാൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം റേഡിയോ കൂളർ ഘടിപ്പിച്ചാണ് റിവാൾഡോയെ വീണ്ടും കാട്ടിലേക്ക് സ്വതന്ത്രനാക്കിയത്.